नमस्ते बच्चे, हमारा दूसरा लेसन बचपन। यह एक संस्मरण है। लेखिका का नाम कृष्णा सोबती। उनका जन्म गुजरात में है। बच्चों, हमारा दूसरा पाठ बचपन, यह एक संस्मरण। संस्मरण मीन्स എന്താണ്? റിക്കളക്ഷൻ അല്ലേ, റിമംബറൻസ്, ഓർമ്മക്കുറിപ്പുകളാണ്. ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? കൃഷ്ണ സോബത്തി. പിന്നെ അവരുടെ ജന്മം എവിടെയാണ്? ഗുജറാത്തിലാണ് അവര് കൃഷ്ണ സോബത്തി ജനിച്ചത്. പിന്നെന്താണ്? निबंध लेखिका है। निबंध लेखिका प्रमुख है। बचपन मीन्स चाइल्डहुड। കുട്ടിക്കാലം, അതായത് കൃഷ്ണ സോബത്തിയുടെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് ഈ സംസ്മരണം. देखो, मैं तुम्हें अपने बचपन की ओर ले जाऊंगी। मैं तुमसे कुछ इतनी बड़ी हूँ कि तुम्हारी दादी भी हो सकती हूँ, तुम्हारी नानी भी, बड़ी बुआ भी, बड़ी मौसी भी। परिवार में मुझे सभी लोग जीजी कहकर ही पुकारते हैं। मैं तुमसे कुछ इतनी बड़ी हूँ कि तुम्हारी दादी भी हो सकती हूँ, तुम्हारी नानी भी, बड़ी बुआ भी, बड़ी मौसी भी। परिवार में मुझे सभी लोग जीजी कहकर पुकारते हैं। बच्चों, कृष्णा सोबती अपनी बचपन के बारे में हमको നമ്മളോട് അല്ലേ പറയാൻ ആഗ്രഹിക്കുകയാണ്. ലേഖിക अपने बचपन के बारे में बताना चाहती है അല്ലേ നമ്മളോട്, हमको അല്ലേ. അപ്പോൾ അവരുടെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് അല്ലേ, അവരുടെ ചെറുപ്പകാലത്തെ കുറിച്ചുള്ള വർണ്ണനയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഞാൻ നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? എൻ്റെ കുട്ടിക്കാലത്തോട്ട് കൊണ്ടുപോകുന്നു. मैं तुमसे कुछ इतनी बड़ी होंगी, तुम्हारी दादी भी हो सकती हूँ, तुम्हारी नानी भी, बड़ी बुआ भी, बड़ी मौसी भी. അല്ലേ, അവരെ എങ്ങനെയാണ് അവരെ ഓരോരുത്തർ അല്ലേ നമ്മുടെ വീട്ടിലാണെങ്കിലും പറയുമ്പോൾ എങ്ങനെയാണ്? ബഡി ബുവ അല്ലേ, അപ്പച്ചി, പിന്നെ ആൻറ്റി, പിന്നെന്താണ് കുഞ്ഞമ്മ അല്ലേ, അങ്ങനെ ഓരോ പേരിൽ ആ പ്രായം നമുക്കുള്ള സ്ഥാനം അനുസരിച്ചായിരിക്കും വീട്ടിലുള്ളവർ നമ്മളെ വിളിക്കുന്നത്. ചില ബഡി ബുവ, അപ്പച്ചി അല്ലേ. മൗസി മീൻസ് മദേഴ്സ് സിസ്റ്റർ ആണ് മൗസി. परिवार में मुझे सभी लोग, ചിലർ എന്താണ് സഭി ലോഗ് जीजी कहकर ही पुकारते हैं. जीजी ചേച്ചി, दीदी എന്നുള്ള മീനിങ് ആണ് जीजी. हाँ, मैं इन दिनों कुछ बड़ा यानी उम्र में सयाना महसूस करने लगी हूँ. शायद इसलिए कि पिछली शताब्दी में पैदा हुई थी. मेरे पहनने ओढ़ने में भी काफ़ी बदलाव आए हैं. पहले मैं रंग बिरंगे कपड़े पहनती रही हूँ. नीला, जामुनी, ग्रे, काला, चॉकलेटी. अब मन कुछ ऐसा करता है कि सफ़ेद पहनो, गहरे नहीं, हल्के रंग. मैंने पिछले दशकों में तरह की पोशाकें पहनी है. पहले फ्रॉक, फिर निकरबॉकर, स्कर्ट, लहंगे, गरारे और अब चूड़ीदार और घेरदार कुर्ते. देखो बच्चे, कृष्णा सोबती अपने बचपन के बारे में बताते हुए പിന്നെന്താണ് അവർ പിന്നെ പറയുന്നത്? എന്താണ്? വീട്ടിലെ എല്ലാവരും അവരെ എന്തെങ്കിലുമൊക്കെ വിളിക്കുന്നത്. കുറച്ച് പേർ എന്താണ് ബഡി ബുവ, ബഡി മൗസി, ജീജി എന്നൊക്കെ ആയിരുന്നു അവരെ വിളിച്ചു കൊണ്ടു. പിന്നെന്താണ് പിന്നെ പറയുന്നത്? അവരുടെ കുട്ടിക്കാലത്തെ വേഷം അല്ലേ ങ്ങളെ കുറിച്ചാണ് പറയുന്നത്. हाँ, मैं इन दिनों कुछ बड़ा यानी उम्र मीन्स एज. उम्र मीन्स एज.
സയാന മീൻസ് ബഡ, ബിഗ്. എന്താണ് സയാന? സയാന മീൻസ് बिग, बड़ा वाला मीनिंग है. हाँ, मैं इन दिनों कुछ बड़ा यानी उम्र में बड़ा महसूस करने लगी हूँ. शायद इसलिए कि पिछली शताब्दी में पैदा हुई. पिछली शताब्दी में, पिछली എന്ന് വെച്ചാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ. ഇപ്പോൾ ഏത് നൂറ്റാണ്ടാണ്? 21-ാം നൂറ്റാണ്ടാണ്. പിച്ചലി അവർ 20-ാം നൂറ്റാണ്ടിൽ അല്ലേ? കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് അവർ ജനിച്ചത്. मेरे पहनने ओढ़ने में भी काफ़ी बदलाव आए हैं അല്ലേ? ഞങ്ങളുടെ വേഷവിധാനം അല്ലേ? വേഷവിധാനം, ഡ്രസ്സ് അല്ലേ? ഇതിലെല്ലാം എന്താണ്? ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഹലെ മേ രംഗ് ബിരംഗെ കപ്പടെ പഹൻതി രഹി ഹൂം. ആദ്യം ഞാൻ എന്താണ്? പഹലെ മേ രംഗ് ബിരംഗെ, രംഗ് ബിരംഗെ മീൻസ് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള രംഗ് ബിരംഗെ കപ്പടെ പഹൻതി രഹി ഹൂം. കപ്പടെ മീൻസ് എന്താണ്? നിങ്ങൾക്കറിയാം, കപ്പട ഡ്രസ്. कपड़े पहनती रही हूँ. नीला जामुनी, ग्रे काला चॉकलेटी. नीला അപ്പോൾ അവർ ആദ്യമേ അവരെങ്ങനെ പലതരത്തിലുള്ള കളറുകളുള്ള ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു എന്നാ പറയുന്നത്? നീല, जामुनी, नीला जामुनी, ग्रे, काला, चॉकलेटी. അവരപ്പോൾ എങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു അവരുടെ ചെറുപ്രായത്തിൽ അവർ ധരിച്ചിരുന്നത്? വളരെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ധരിച്ചിരുന്നത്. നീല, ജാമുനി, പിന്നെ ഗ്രേ, കാല, ചോക്ലേറ്റി. अब मन कुछ ऐसा करता है कि सफ़ेद पहनो, ഗഹരെ നഹി ഹൽക്കെ രംഗ്. പിന്നെന്താണ്? എൻ്റെ മനസ്സിൽ തോന്നി ഇത്രയും കളർഫുൾ ആയിട്ടുള്ളതൊന്നും വേണ്ട. എന്താണ്? അപ്പോൾ ഞാൻ കുച്ച് ऐसा करता है कि സഫേദ്, നല്ല വൈറ്റ് വസ്ത്രങ്ങൾ ധരിക്കൂ. ഗഹരെ നഹി എന്ന് വെച്ചാൽ എന്താണ്? നല്ല ഡീപ്പ് കളറൊന്നുമല്ല അത് അല്ലേ? അതായത് ഭയങ്കരമായ കളറ് എന്താണ് അങ്ങനെയല്ല, ലൈറ്റ് കളേഴ്സ് ഇടാൻ അവർ ആഗ്രഹിച്ചു. ഹൽക്കെ രംഗ്. मैंने पिछले दशकों में तरह तरह की पोशाकें पहनी है അല്ലേ? मैंने पिछले കഴിഞ്ഞ നൂറ്റാണ്ട് ഞാൻ പല തരത്തിലുള്ള പോഷാക്ക് മീൻസ് ഡ്രസ്. പോഷാക്ക് മീൻസ് ഡ്രസ്. പോഷാക്ക് ഡ്രസ്. അപ്പം പലതരത്തിലുള്ള ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. പഹലെ ഫ്രോക്ക്, അവർ ആദ്യം ധരിച്ചിരുന്നത് എന്താണ്? ഫ്രോക്ക് അറിയാം നിങ്ങൾക്ക് അല്ലേ? ഫ്രോക്ക്. फिर അതിനുശേഷം निकरबॉकर, स्कर्ट, लहंगे, गरारे और अब चूड़ीदार और घेरदार कुर्ते. അപ്പോഴെന്തൊക്കെയാണ്? ഏതൊക്കെ തരം ഡ്രസ്സുകളാണ് നമ്മുടെ ലേഖിക കുട്ടിക്കാലത്ത് ധരിച്ചിരുന്നത്? ഏതൊക്കെയാണ്? ലേഖിക अपने बचपन के बारे में कई तरह की पोशाकें पहनती है. അത് ഏതൊക്കെയാണെന്നാ പറയുന്നത്? നീല, ജാമുനി, ഗ്രേ, കാല, ചോക്ലേറ്റ് കളറുള്ള ഡ്രസ്സുകളുണ്ട്. പിന്നെ ആ കളറിൽ വരുന്ന പിന്നീട് അതിന് ശേഷം അവരെന്താണ് ലൈറ്റ് കളർ ഡ്രസ്സ് ധരിക്കാൻ തുടങ്ങി അല്ലേ? പിന്നെ അവർ കഴിഞ്ഞ ഒത്തിരി പിന്നുണ്ട് അങ്ങനെ വരുന്നത് എന്താണ്? ഡാർക്ക് കളറിലുള്ള ഡ്രസ്സ് അവരൊക്കെ ഏതൊക്കെ വരുന്നുണ്ട്? ഫ്രോക്ക്, നിക്കർബോക്കർ, സ്കേർട്ട്, ലഹങ്ക. പിന്നെ അതിന് ശേഷം വരുമ്പം ചെറിയ ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള ധരിക്കാത്ത ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ധരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഡ്രസ്സൊക്കെ അവർക്കുണ്ടായിരുന്നു. ഏതൊക്കെ? ഫ്രോക്ക്, ആദ്യം ഫസ്റ്റിലെ ഫ്രോക്കായിരുന്നു. ഫ്രോക്ക്, फिर निकरबॉकर, स्कर्ट, लहंगे, गरारे और अब चूड़ीदार और घेरदार कुर्ते. देखो बच्चे, एक बार देखो. मैं तुम्हें अपने बचपन की ओर ले जाऊंगी. मैं तुमसे कुछ इतनी बड़ी हूँ कि तुम्हारी दादी भी हो सकती हूँ.
तुम्हारी नानी भी, बड़ी बुआ भी, बड़ी मौसी भी। परिवार में मुझे सभी लोग जीजी कहकर ही पुकारते हैं। हाँ, मैं इन दिनों कुछ बड़ा बड़ा यानी उम्र में सयाना महसूस करने लगी हूँ। शायद इसलिए कि पिछले शताब्दी में पैदा हुई थी। मेरे पहनने ओढ़ने में भी काफ़ी बदलाव आए हैं। पहले मैं रंग बिरंगे कपड़े पहनती रही हूँ। नीला, जामुनी, ग्रे, काला, चॉकलेटी। നീല, ജാമിനി. ജാമിനി മീൻസ് എന്താണ്? ഞാവൽ കളർ, ബാങ്ക് അല്ലേ? ഈ ഞാറപ്പഴത്തിന്റെ കളർ തന്നെ ഡാർക്ക് വയലറ്റ് ആണ്. ജാമിനി, ഗ്രേ, കാല, ചോക്ലേറ്റ് കളർ. अब मैं कुछ ऐसे कहता है कि सफेद पहनो. പിന്നെന്താണ് മനസ്സിൽ തോന്നി? എന്താണ്? വെളുത്ത ഡ്രസ്സ് ഇടാം, സഫേദ് ഗഹരേനല്ലേ, എങ്ങനെയാണ് അത്? എങ്ങനെയാണ്? ആഴത്തിലുള്ള ഹൽക്കേനെ, വളരെ ലൈറ്റ് കളറായിട്ട്. मैंने पिछले दशकों में तरह तरह की पोशाकें पहनी है. കഴിഞ്ഞ നൂറ്റാണ്ടിൽ വളരെയധികം നല്ല നല്ല വസ്ത്രങ്ങൾ ഞാൻ ധരിച്ചിട്ടുണ്ട്. പഹലെ ഫ്രോക്ക്, फिर निकरबॉकर, स्कर्ट, लहंगे, गरारे और चूड़ीदार और घेरदार कुर्ते. देखो बच्चे, बचपन के कुछ फ्रॉक तो मुझे अब तक याद है. നിങ്ങൾക്കും കാണും അതുപോലെ അവർ പറയുന്നത് എന്താണ്? കുട്ടിക്കാലത്ത് ചില ഫ്രോക്കൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള യാദ് മീൻസ് ഓർമ്മ. റിമെമ്പർ, യാദ് റിമെമ്പർ. എന്താണ് അവർ പറയുന്നത്? കുട്ടിക്കാലത്തെ അവർ കുറച്ച് ഫ്രോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചും അവർക്ക് എന്താണ് ഓർമ്മ വരുന്നു. കുട്ടിക്കാലത്ത് അവരെല്ലാം ഫ്രോക്കിന്റെ ഓർമ്മ വരുന്നു. യാദ് മീൻസ് റിമെമ്പർ. കുട്ടിക്കാലത്ത് അവർ ധരിച്ചിരുന്ന അല്ലേ ഫ്രോക്കിനെ കുറിച്ചൊക്കെ അവർക്ക് ഓർമ്മ വരുന്നുണ്ട്. ഹൽക്കി നീലി അവർ പീലി ധാരിവാല ഫ്രോക്ക്. എങ്ങനത്തെയാണ്? ഹൽക്കി വളരെ വെയിറ്റ് ഒന്ന്, നീല കളറുള്ള, പീലി നീല മഞ്ഞ കളറുള്ള ഒരു ഫ്രോക്ക്. ഗോൾ കോളർ അവർ ബാജു പർ ബി ഗോൾ കഫ്. എന്താണ്? ഗോൾ റൗണ്ട് ഷേപ്പിലുള്ള എന്താണ് കോളറ്. പിന്നെ ബാജു പർ ബി ഗോൾ കഫ്. ബാജു മീൻസ് ബാഹാണ്, ഹാൻഡാണ് അല്ലേ? അപ്പോൾ അതിലെന്താണ്? ഗോൾ കഫ്, വട്ടത്തിലുള്ള കഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹൽക്കി നീലി ഓർ പീലി ദാരിവാല ഫ്രോക്ക്, ഗോൾ കോളർ और बाजू पर भी गोल कफ. एक हल्के गुलाबी रंग का बारीक चुनट वालों घेरदार फ्रॉक, नीचे गुलाबी रंग की फ्रिल. एक हल्के गुलाबी रंग का बारीक. എന്താണ് ഹൽക്കെ ഗുലാബി എന്ന് വെച്ചാൽ ലൈറ്റ് കളറുള്ള. ഗുലാബി മീൻസ് റോസ് കളർ. ഗുലാബി മീൻസ് റോസ് കളറാണ് കേട്ടോ, റോസ് കളർ. एक हल्के गुलाबी रंग का बारीक चुनट वालों. അതിൽ നേരിയ എന്താണ് ഇങ്ങനെ ചുറ്റി, അതായത് ഫ്രോക്കൊക്കെ ഇടുന്ന കുട്ടികൾക്ക് അറിയാമല്ലോ. എന്താണ് പെൺകുട്ടികളുടെ ഫ്രോക്കിൽ നേരെ ഒത്തിരി അവർ ഫ്രില്ലൊക്കെ വെച്ച് ചുറ്റിയോ ഒത്തിരി ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. നീച്ചെ ഗുലാബി രംഗിക്ക് ഫ്രില്ല്. താഴെ എന്താണ്? ഗുലാബ് കളറിലെ ഫ്രില്ല് ആ ഉടുപ്പിന് താഴെ, ആ ഫ്രോക്കിൻ്റെ താഴെയായിട്ട് എന്താണ് റോസ് കളറിലെ ഫ്രില്ലൊക്കെ വെച്ച് തുന്നിയത് ആയിരുന്നു. നോക്ക്, एक हल्के गुलाबी रंग का बारीक चुनट वालों घेरदार फ्रॉक, नीचे गुलाबी रंग की फ्रिल. അപ്പം ചോദിക്കാൻ നമുക്കൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. ലേഖിക കേസെ പോഷാക് പെഹൻതി ഹെ. ലേഖിക എങ്ങനെയുള്ള ഫ്രോക്കൊക്കെ ആയിരുന്നു ധരിച്ചിരുന്നത്? എങ്ങനെയാണ്? ലേഖിക കേസെ ഫ്രോക്ക് അല്ലേ, കേസെ പോഷാക് പെഹൻതി ഹെ, എങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചിരുന്നു? ഏതാണ്? പെഹലെ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ളത് വരുന്നുണ്ട്. നമുക്ക് കളറോടെ ചോദിക്കുകയാണെങ്കിൽ പറയുമ്പോൾ നിങ്ങൾ അതുകൂടെ എഴുതണം. എന്താണ്? നീല, जामुनी, ग्रे, काला, चॉकलेटी आदि रंगों के ले फ्रॉक, निकरबॉकर, स्कर्ट, लहंगे, गरारे ले चूड़ीदार आदि पहनते हैं. പിന്നെ എന്താണ്? ഹൽക്കി നീലി പീലി ധാരിവാല ഫ്രോക്ക്. പിന്നെയോ അവരുടെ ഫ്രോക്ക് എങ്ങനെയുള്ള ഏത് കളറിലാണ്? നീലി പീല.
പീല, പീല മീൻസ് മഞ്ഞയാണ് കേട്ടോ. ഹൽക്കി നീലി പീലി ദാരി വാല ഫ്രോക്ക് ഗോൾ കോളർ, അതിന്റെ പ്രത്യേകത എന്താണ്? गोल कॉलर और बाजू पर भी गोल कफ, एक हल्के गुलाबी रंग का बारीक चुनट वालों घेरदार फ्रॉक, नीचे गुलाबी रंग की फ्रिल. एक हल्के गुलाबी रंग का बारीक चुनट वालों घेरदार फ्रॉक, नीचे गुलाबी रंग की फ्रिल. മനസ്സിലായോ? नेक्स्ट. उन दिनों फ्रॉक के ऊपर की जेब में रुमाल और बालों में इतराते रंग बिरंगे रिबन का चलन था. उन दिनों फ्रॉक के ऊपर के जेब में रुमाल और ले, ആ ദിനങ്ങളിൽ എങ്ങനെയാണ് ഫ്രോക്ക് के ऊपर की जेब में रुमाल और എന്താണ് ഫ്രോക്കൊക്കെ ഉണ്ടെങ്കിൽ അതെന്താ റുമാൽ ടവല്. പിന്നെ ബാലോമേ ഇതരാത്തെ രംഗ്, ബാൽ മീൻസ് ഹെയർ ആണ്, അതിലെന്താണ് ഇതരാത്തെ മീൻസ് ഡിഫറെന്റ്. ഇത്തരത്തെ ഇത്തരത്തെ മീൻസ് ഡിഫറെന്റ്. ഇത്തരത്തെ രംഗ് ബിരംഗെ റിബൺ കാ ചലൻ എന്താണ് പല കളറിലുള്ള റിബൺ. പണ്ടൊക്കെ ഉണ്ട് കുട്ടികൾ എന്താണ് മുടികളൊക്കെ മുടി രണ്ടായിട്ട് പിന്നെയൊക്കെ ഇട്ടിട്ട് റിബണൊക്കെ കെട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിൽ കെട്ടിയിട്ട് റിബൺ വെച്ച് കെട്ടും. ഡ്രസ്സിന് മാച്ച് ചെയ്യുന്നതനുസരിച്ച് റിബണൊക്കെ കെട്ടി പോകുന്നവരൊക്കെ ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. उन दिनों फ्रॉक के ऊपर की जेब में रुमाल और बालों में इतराते रंग बिरंगे रिबन का चलन था. പല കളറിലുള്ള റിബണൊക്കെ തലയിൽ മുടിയിൽ കെട്ടുമായിരുന്നു. लेमन कलर का बड़े प्लेट वालों गर्म फ्रॉक जिसके नीचे ऊपर फर टंगी थी. लेमन कलर का बड़े प्लेटों वाला गर्म फ्रॉक. उन दिनों फ्रॉक के ऊपर की जेब में रुमाल और बालों में इतराते रंग बिरंगे रिबन का चलन था. लेमन कलर का बड़े प्लेट वालों गर्म फ्रॉक जिसके नीचे फर टंगी थी. പിന്നെ എന്താണ് ലെമൺ കളർ का. ലെമൺ കളർ അറിയാലോ, നാരങ്ങ കളർ അല്ലേ. ദോ ട്യൂണിക് भी याद है. ട്യൂണിക് മീൻസ് എന്ന് വെച്ചാൽ എന്താണ് പാദം വരെ കിടക്കുന്ന ഒരു ഡ്രസ്സാണ് അല്ലേ, ഗീലാഡാലി ഡ്രസ്. ദോ ട്യൂണിക് भी രണ്ട് കോട്ട് പോലെ എന്താണ് പാദം വരെ കിടക്കുന്ന ഫ്രോക്ക് ഉണ്ടല്ലോ. ദോ ട്യൂണിക്, അങ്ങനെ രണ്ട് ട്യൂണിക്കിന്റെ ഓർമ്മയുണ്ട്. ഏക് ചോക്ലേറ്റ്, ट्यूनिक. दो ट्यूनिक भी याद है. एक चॉकलेट रंग का और अंदर की कोटी प्याजी, दूसरा ग्रे और उसके साथ सफेद कोटी. അതപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സായിരുന്നു. ഏക് ചോക്ലേറ്റ്, അത് രണ്ട് ട്യൂണിക് ഉണ്ടെന്നാ. ട്യൂണിക് മീൻസ് ഒരു ഡ്രസ്സിന്റെ പേരാ. അപ്പോൾ ആ ട്യൂണിക് എങ്ങനെയുള്ളതാണ്, പാദം വരെ കിടക്കുന്ന ഫ്രോക്കാണ്, പാദം വരെ കിടക്കുന്നത്. ട്യൂണിക് भी याद है. അതിലെ കളർ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതില് കളർ എങ്ങനെയായിരുന്നു, ഏക് ചോക്ലേറ്റ് രംഗ്, ഒന്ന് ചോക്ലേറ്റ് കളർ. അന്തർക്കി കോട്ടി എന്താണ് പ്യാജി, അതായത് എന്താണ് ഒണിയൻ കളർ വരുന്നതാണ് അല്ലേ. അതിനകത്തൊരു കോട്ട് ഉണ്ടായിരുന്നു. രണ്ടാമത്തേത് എങ്ങനെയാണ്, ദൂസര ഗ്രേ. രണ്ടാമത്തെ ട്യൂണിക് എങ്ങനെയുള്ളതായിരുന്നു, ഗ്രേ കളർ. और उसके साथ सफेद कोटी, അതിനകത്ത് എങ്ങനെയായിരുന്നു, വൈറ്റ് കളറുള്ള കോട്ട്. മനസ്സമझा. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത്, പിന്നെ ബെച്ചുപൻ കാ യാദ് അല്ലേ, നമുക്ക് അവരുടെ കുട്ടിക്കാലത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോട് പറയുകയാണ്. നിങ്ങൾക്കും കാണും, നിങ്ങൾ വലുതാവുമ്പോൾ ഇതുപോലെ ഞങ്ങൾ ഇന്ന സ്കൂളിൽ പഠിച്ചു, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അന്നത്തെ യൂണിഫോം ഇങ്ങനായിരുന്നു, ഇതൊക്കെ നമ്മുടെ ഒരു ഓർമ്മ കാണും. ചില കുട്ടികൾ അത് ഡയറി കുറിപ്പുകളായിട്ട് എഴുതി വയ്ക്കും. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ വായിച്ച് നോക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം ഇല്ലേ, വലുതായി കഴിഞ്ഞ് വായിച്ചൊക്കെ നോക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ആയിരിക്കും. വെച്ചോ देखो मुझे अपने मुँह से और स्टॉकिंग भी याद है. बचपन में हमें अपने मुँह से खुद धोने पड़ते थे.
वह नौकर या नौकरानी को नहीं दिए जा सकते थे, इनकी सख्त मनाही थी। हम बच्चे इतवार की सुबह इसी में लगाते, धो लेने के बाद अपने अपने जूते पॉलिश करके चमकाते। जब जूते कपड़े या ब्रश से रगड़ते तो പോളിഷ് की ചമക് ഉഭരനെ ലഗ്തി. ഇനി എന്താണ് ലേഖിക തൻ്റെ കുട്ടിക്കാലത്ത് എന്താണ് സോക്സ് അവർ ധരിച്ചിരുന്ന ഷൂവ്, സോക്സ് അവരെന്തൊക്കെ ജോലി ചെയ്തു എന്നൊക്കെ പറയുകയാണ്. മുझे अपने मोसे मीन्स जुराब मोसे जुराब मुझे अपने मोजे और स्टॉकिंग भी याद है. बचपन में हमें अपने मुँह से खुद धोने पड़ते थे अല്ലേ? കുട്ടിക്കാലത്ത് ചൈൽഡ്ഹുഡിൽ अपने मुँह से खुद धोने पड़ते അല്ലേ? സ്വയമേ കഴുകുകയായിരുന്നു, സ്വന്തമായിട്ട് വാഷ് ചെയ്യുമായിരുന്നു. वो नौकर या नौकरानी को नहीं दिए जा सकते थे, इसकी सख्त मनाही थी. എന്താണ് നൗക്കർ സെർവൻ്റ് അല്ലേ? നൗക്കറിൻ്റെ കയ്യിൽ നൗക്കറാനിയുടെ കയ്യിലോ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. ജോലിക്കാരുടെ കയ്യിലോ ഒന്നും അവർ അവരുടെ സോക്സ് ഷൂവോ ഇതൊന്നും വാഷ് ചെയ്യാനോ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. इसकी सख्त मनाही थी. सख्त मीन्स हार्ड, सख्त हार्ड. इसकी सख्त मनाही थी. हम बच्चे इतवार की सुबह इसी में लगाते, धो लेने के बाद अपने अपने जूते पॉलिश करके चमकाते. जब जूते कपड़े या ब्रश से रगड़ते तो पॉलिश की चमक उभरने लगती. देखो हम बच्चे इतवार की सुबह इसी में लगाते. ഞങ്ങൾ കുട്ടികൾ, ഇതവാർ മീൻസ് സൺഡേ. ഇനി അവർ സൺഡേയിലെ കാര്യം പറയാണ്. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപൃതമാകുമായിരുന്നു. ധോലേനയ്ക്ക് ബാദ് അപ്പനെ അപ്പനെ ജൂത്തെ പോളിഷ് കർക്കെ ചമക്കാത്തെ അല്ലേ? കഴുകി വെച്ചതിന് ശേഷം എന്താണ് പിന്നെ ഷൂ ഒക്കെ പോളിഷ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാലോ ഷൂ പോളിഷ് ചെയ്യുന്നത്. കറക്റ്റ് എന്നിട്ട് പോളിഷ് ചെയ്ത് നല്ല തിളക്കത്തോടെ ഗ്ലേസിംഗ് ആയിട്ട് വെക്കുമായിരുന്നു. ജബ് ജൂത്തെ കപ്പടെ യാ ബ്രഷ് സെ രഗഡ്തെ തോ പോളിഷ് കി ചമക് ഉഭാർനെ ലഗ്തി. ജബ് ജൂത്തെ അല്ലേ? ജൂത്തെ എങ്ങനെയാണ്? കപ്പടെ യാ അതിലത് ബ്രഷ് കൊണ്ട് നല്ലപോലെ റഗഡിന മീൻസ് റബ്ബ് ചെയ്യും. നല്ലപോലെ ചേർത്തിട്ടാണ് നല്ല ഗ്ലേസിംഗ് ആക്കി വെക്കുമായിരുന്നു. റഗഡിന റബ്ബ് ചെയ്യുക നല്ലപോലെ. ഒഴിച്ച് നടത്തില്ലാതെ വെച്ച് നല്ലപോലെ അവർ ഒഴിച്ചരിച്ച് നല്ലതായിട്ട് നല്ല തിളക്കമാർന്ന് വെക്കുമായിരുന്നു. हम बच्चे इतवार की सुबह इसी में लगाते, धो लेने के बाद अपने अपने जूते पॉलिश करके चमकाते. जब जूते कपड़े या ब्रश से रगड़ते तो पॉलिश की चमक उभरने लगाते. सावर मुझे आज भी बूझ पॉलिश करना अच्छा लगता. हालांकि अब नई नई किस्म के शू आ चुके हैं. कहना होगा कि ये पहले से काफ़ी ज़्यादा आरामदेह है. हमें जब नए जूते मिलते उसके साथ ही छालों का इलाज शुरू हो जाता. सावर मुझे आज भी बूट पॉलिश करता. എന്താണ് അവർ പിന്നീട് എന്താണ് ചെയ്യുന്നത്? ബൂട്ട് പോളിഷ് ചെയ്യുന്ന അത് നല്ലതായിട്ട് തോന്നി. हालांकि अब नई नई किस्म के शू आ चुके हैं. എന്താണ് ഇപ്പോഴൊക്കെ എങ്ങനെയാണ്? നൈ നല്ല പുതിയ കിസ്മ എന്ന് വെച്ചാൽ എന്താണ്? പല തരത്തിലുള്ള ഷൂ ആ ചുക്കെ ഹെ. कहना होगा कि ये पहले से कहीं ज़्यादा आरामदेह है. हमें जब नए जूते मिलते उसके साथ ही छालों का इलाज शुरू हो जाता. എന്താണ് പറയുന്നത്? कहना होगा कि ये पहले से कहीं ज़्यादा आरामदेह है. हमें जब नए जूते मिलते उसके साथ ही चालों का ഇലാജ് ഷുരു. പുതിയ ഷൂ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്താണ് പൊട്ടുകയൊക്കെ ചെയ്യും. ഇലാജ് മീൻസ് മെഡിസിൻ, മരുന്നാണ്.
जब कभी लंबी सैर पर निकलते अपने पास रुई जरूर रखते। जूता लगा तो रुई मोजे के अंदर। हाँ, हमारे तुम्हारे बचपन में तो बेहद फर्क हो चुका है. പിന്നെന്താണ്, വളരെ ദൂരെ യാത്രയൊക്കെ ചെയ്യുമ്പോഴേക്കും എന്താണ്, അപ്പനെ പാസ് റുയി ജരൂർ, റുയി മീൻസ് കോട്ട, അത് വെച്ചിരിക്കും. ജൂത്താ ലഗാത്തോ അല്ലേ, ചെരുപ്പ് വരുമ്പോൾ എന്താണ്, റുയി മോസയ്ക്ക് അണ്ടർ, സോക്സിന് ഉള്ളിൽ എന്ത് ഈ റുയി കോട്ടൺ ഇട്ട്. ഹാ ഹമാരെ തുമാരെ ബച്പൻ, ഓ എന്തൊരു വ്യത്യാസമാണ് ഞങ്ങളുടെ കുട്ടിക്കാലവും നിങ്ങളുടെ ആ കുട്ടിക്കാലവും തമ്മിൽ. बच्चे मन समझा, मुझे देखो एक बार, मुझे अपने मुँह से आवाज स्टॉकिंग भी याद है. बचपन में हमें अपने मुँह से खुद धोने पड़ते थे. वह नौकर या नौकरानी को नहीं दिए जा सकते थे, इसकी सख्त मनाही था. हम बच्चे इतवार की सुबह इसी में लगाते, धो लेने के बाद अपने अपने जूते पॉलिश करके चमकाते. जब जूते कपड़े या ब्रश से रगड़ते तो पॉलिश की चमक उभारने लगती. सालभर मुझे आज भी बूट पॉलिश करना अच्छा लगता है, हालांकि अब नई नई किस्म के शू आ चुके हैं. कहना होगा कि ये पहले से कहीं ज़्यादा आरामदेह है. हमें जब नए जूते मिलते उसके साथ ही चालों का इलाज शुरू हो जाता. जब कभी लंबी सैर पर निकलते अपने पास रुई जरूर रखते. जूता लगा तो रुई मोजे के अंदर. हाँ, हमारे तुम्हारे बचपन में तो बहुत फर्क हो चुका. देखो बच्चों, हर शनिचर को हमें ऑलिव ऑयल या कैस्टर ऑयल पीना पड़ता. यह एक मुश्किल काम था. शनिचर को सुबह से ही नाक में इसकी गंध आने लगती. हर शनिचर को हमें ऑलिव ऑयल, शनिचर मीन्स सैटरडेज, हर शनिचर को हमें ऑलिव ऑयल या कैस्टर ऑयल, എന്താണ്, എല്ലാ ശനിയാഴ്ചയും ഒലീവ് ഓയിലും പിന്നെ എന്താണ് കാസ്റ്റർ ഓയിലും അവർ കുടിക്കുമായിരുന്നു. ഏകേക്ക് മുഷ്കിൽ, അത് കുടിക്കുന്നതിൽ വല്ല ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. ശനിച്ചർക്കോ സുബഹുസേക്ക് നാക്കുമേ എനിക്ക് ഗന്ധ, ശനിയാഴ്ച ആകുമ്പോഴേക്കും എന്താണ്, ശനിയാഴ്ച രാവിലെ ആകുമ്പോഴേക്കും എന്താണ്, നാക്കുമേ ഇസ്കി ഗന്ധ ആനയിലെത്തി, മൂക്കിലേക്ക് ഇതിൻ്റെ മണമൊക്കെ തുളച്ച് അടിക്കാൻ തുടങ്ങും മൂക്കിലോട്ട്. അപ്പം എന്താണ്, ഹർ ശനിച്ചർ ശനിവാർ, ഹർ ശനിച്ചർ को हमें ऑलिव ऑयल या कैस्टर ऑयल. हर शनिचर को हमें ऑलिव ऑयल या कैस्टर ऑयल पीना पड़ता. यह एक मुश्किल काम था. शनिचर को सुबह से ही नाक में इसकी गंध आने लगता. छोटे शीशे के गिलास जिन पर ठीक कुसक के लिए निशान पड़े रहते, उन्हें देखते कि मितली होने लगती. छोटे शीशे, ചെറിയ ഗ്ലാസ്സിൽ അല്ലേ, शीश मीन्स ഗ്ലാസ് ആണ് കേട്ടോ. छोटे शीशे के छोटा शीशा मीन्स കുപ്പിയാണ്, കുപ്പി गिलास, छोटे शीशे के गिलास जिन पर ठीक कुसक मीन्स എന്താണ്, നമ്മൾ പറഞ്ഞില്ല ഇത്ര അളവെന്നൊക്കെ പറയത്തില്ലേ, അതാണ് കുസക്. के लिए निशान पड़े रहते, उन्हें देखते ही मितली होने लगी. ഈ എണ്ണ അങ്ങനെ കുടിക്കുമ്പോഴത്തേക്ക് എന്താണ്, മിത്തലി മീൻസ് എന്താണ്, വോമിറ്റിങ്, നമുക്ക് വോമിറ്റ് ചെയ്യാനുള്ള, ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുമായിരുന്നു. मुझे आज भी लगता है कि अगर हम ना भी पीते वह शनिवारी दवा तो कुछ ज़्यादा बिगड़ने वाला नहीं था. सेहत ठीक ही रहती. എന്താണ്, ആരോഗ്യം
എന്താണ്? മുझे सेहत മീൻസ് ആരോഗ്യമാണ്, ഹെൽത്ത് ആണ് കേട്ടോ. मुझे आज भी लगता है कि अगर हम न पीते वो शनिवारी दवा तो कुछ ज़्यादा बिगड़ने वाला नहीं था, सेहत ठीक ही रहते. तुम्हें बताऊंगी हमारे समय और तुम्हारे समय में कितनी दूरी हो चुकी है. यहाँ तक कि बचपन की दिलचस्पियाँ भी बदल गई है. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ സമയവും നിങ്ങളുടെ കുട്ടിക്കാലവും എൻ്റെ ആ കുട്ടിക്കാലം, അതായത് ലേഖികയുടെ കൃഷ്ണ സോബത്തിയാണ് നമ്മുടെ ലേഖിക, അവരുടെ കുട്ടിക്കാലവും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. യഹാൻ തക്ക് കി ബച്ചപ്പൻ കി, അല്ലേ, കുട്ടിക്കാലത്തെ ദിൽചസ്പി മീൻസ് ഇൻട്രസ്റ്റ് ആണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്, ഇഷ്ടങ്ങളാണ്, അല്ലേ, അതെല്ലാം ഒത്തിരി മാറ്റമുണ്ട്. അന്നത്തെ ഇഷ്ടങ്ങളും പിന്നെ ഇപ്പോഴുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങളും തമ്മിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ട്. बच्चों याद रखो, यह हमारा दूसरा पाठ बचपन. लेखिका कृष्णा सोबती, उनका जन्म गुजरात में. പിന്നെ ബച്പൻ ഏത് സംസ്മരണ, അതായത് ഓർമ്മക്കുറിപ്പുകളാണ്. പിന്നെ ഫസ്റ്റ് പേജിൽ പറയുന്നത് എന്താണ്? പിന്നെ അവർ ധരിച്ചിരുന്ന, കുട്ടിക്കാലത്ത് ധരിച്ചിരുന്ന ഡ്രസ്സുകൾ അത് അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു എന്ന് പറയുന്നു. നെക്സ്റ്റ് പിന്നെ എന്താണ്? അവരുടെ ഷൂവ്, അല്ലേ, ഒക്കെ തന്നെ പോളിഷ് ചെയ്യുമായിരുന്നു. പിന്നെന്താണ് പറയുന്നത്? അവർ ശനി ഹോളിഡേ ശനിവാറൊക്കെ ആകുമ്പോഴത്തേക്ക് സാറ്റർഡേയ്സിൽ അവരെന്താണ്, ഏത് ഓയിൽ കുടിക്കുമായിരുന്നു? ഒലീവ് ഓയിൽ, കെസ്റ്റർ ഓയിൽ ഒക്കെ അവർ കുടിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് ഛർദ്ദിക്കുക ഒരു ടെൻഡൻസി വരുമായിരുന്നു. പിന്നെ പറയുന്നത് എന്താണ്? നമ്മുടെ കുട്ടിക്കാലം അവരുടെ കുട്ടിക്കാലം തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. बच्चों याद रखे, उन दिनों कुछ घरों में ग्रामोफोन थे, റേഡിയോ ഓർ ടെലിവിഷൻ नहीं थे. പിന്നെ പറയുന്നത് എന്താണ്? ആ ദിവസങ്ങളിൽ വീടുകളിൽ എന്തില്ലായിരുന്നു? റേഡിയോ ടെലിവിഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെന്താണ്? ഗ്രാമഫോൺ, പാട്ടൊക്കെ കേൾക്കുന്ന ഗ്രാമഫോണെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഉണ്ടായിരുന്നത്. हमारे बचपन की कुल्फी आइसक्रीम हो गई है, कचौड़ी समोसा पैटीज में बदल गया है, शहतूत और फालसे और खसखस के शरबत को पेप्सी में. കുൽഫി, ഐസ്ക്രീം, അന്നൊക്കെ എന്താ കുട്ടിക്കാലത്ത് ഐസ്ക്രീമൊക്കെ അറിയാൻ നിങ്ങൾക്ക്, അതൊക്കെ ഉണ്ടായിരുന്നു. കച്ചോടി സമോസ पैटीज में बदल गया है, शहतूत और फालसे और खसखस के शरबत को पेप्सी. बच्चों ये पाठ अच्छी तरह वाचन करो.